താങ്കൾ മലയാളിയാണെന്ന് ഇന്റർവ്യൂസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇത് കുറേ ആയി കേൾക്കുന്നു. ഈ ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ്, എന്തോ ഒരു കണക്ഷൻ പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഞാൻ എന്തായിരുന്നു തോന്നിയത്? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ എന്തായിരുന്നു ഇതൊരു ബന്ധം? ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിയാ. ഓണ പറയും, വെറുതെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു ഓണ പറയല്ല. അങ്ങനെയല്ല, എന്ന് വെച്ച് കഴിഞ്ഞാല് ആനുമായിട്ട് പരിചയമുണ്ട്. ഇതെന്റെ അച്ഛന്റെ ഫ്രണ്ടാ ശരിക്കും പറഞ്ഞ. ഹൃദയ് ഇരിങ്ങാലക്കുടക്കാരനാണെങ്കിലും ഇപ്പോഴും ഇരിങ്ങാലക്കുട എന്ന് പറയും. ഞാൻ പറയാൻ പറ്റിയിട്ടില്ല, പറയാൻ പറ്റില്ല, മലയാളം അറിയാലോ. അപ്പൊ അല്ല, എന്നെ പോലെ ആൾക്കാരോട് ഹൃദയ് മലയാളം പഠിച്ചപ്പോ ഹൃദയന്റെ കവിത വരുന്നുണ്ട് മലയാള ആഴ്ചപ്പതിപ്പില്. അത് അത്രയും മലയാളം പഠിച്ചു പുള്ളിയുടെ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടന്റെ മമ്മൂക്കയുടെ കൂടെ ഒരു യാത്ര പോകണം എന്ന് ഞാൻ പറയും. എനിക്ക് ആന്റെ കൂടെ പോണ ഇഷ്ടം. എന്താ മിണ്ടാതിരിക്കും, സാക്ഷേപി അങ്ങനെ ഇവർക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോളൂ. അപ്പൊ ശല്യമൊന്നുമില്ല. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ്. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ദി റൈഡ് എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ കാസ്റ്റ് ആണ്. വി ഹാവ് വിത്ത് us സുനീഷ് കോപ്പ ആൻഡ് ശീതൽ, ശ്രീകാന്ത് മുരളി, ഗോപിക മഞ്ജുഷ ആൻഡ് ഹരീഷ് ഉത്തമൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സുധി കോപ്പ. സുധി കോപ്പ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? സുധി കോപ്പ. ഓക്കെ, സോ ദി റൈഡ് ആണ് നമ്മുടെ വിശേഷം അല്ലെ? അപ്പൊ ദി റൈഡ്, നമുക്ക് ടൈറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ദി റൈഡ്? സിനിമ കണ്ടില്ലേ? സിനിമ കണ്ടില്ല, ഇറങ്ങാൻ പോകുള്ളൂ. റൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിതത്തിൽ ഓരോ ദിവസം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എവറി ഡേ ദ റൈഡ് കുഡ് ബി ഡിഫറെന്റ്. നമ്മൾ അതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഓരോ ദിവസം ഓരോ ആൾക്കാർക്കും ആ എക്സ്പീരിയൻസ് വിൽ ബി ഡിഫറെന്റ്. ഇത് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ റൈഡ്. എനിക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം തന്നെയാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. സോ ഇറ്റ് ബി വെരി റിലേറ്റബിൾ. താങ്കൾ മലയാളിയാണെന്ന് ഞാൻ ഈ ഇടയ്ക്ക് റീസെന്റ് ഇന്റർവ്യൂസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇത് കുറെ ആയി കേൾക്കുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് നിങ്ങൾ മലയാളം അറിയാവുന്ന ആരെങ്കിലും പറയുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യാ ഒരു ഹിന്ദി അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉള്ള ഒരു നമ്മുടെ മലയാളത്തിന്റെ അർജുൻ രാംപാലിനൊക്കെ ഞാൻ കണ്ടായിരുന്നു ചില കമന്റ്സ്. പുള്ളിക്കാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ബട്ട് അച്ഛനമ്മയും തലശ്ശേരിയാണ്. ഞാൻ ജനിച്ചു വളർന്നതും കോയമ്പത്തൂർ. ബട്ട് in Cochin. Okay. So മൂവിയെ പറ്റി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെങ്കിൽ എന്താണ് പറയാൻ പറ്റുക? യുവർ ക്യാരക്ടർ ഇൻ ദ മൂവി. എൻ്റെ ക്യാരക്ടറുടെ പേര് നിത്യ എന്നാണ്. പിന്നെ ഈ ഒരു റൈഡിലേക്ക് കയറി എങ്ങനെയാണ് ഓരോരോ ഇൻസിഡൻസസ് നമ്മൾ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡോമിനോ എഫക്റ്റ് ആയിട്ട് കഥ മുന്നോട്ട് പോകുന്നതാണ് സംഭവം. ക്യാരക്ടറെ പറ്റി റിവീൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ്, ഇൻട്രസ്റ്റിംഗ് റോളാണ് ഞാൻ പറയാം. പിന്നെ ആക്ച്വലി ഹരീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഇമോഷണൽ റൈഡും കൂടെയാണ്. അപ്പോൾ എല്ലാവരും കാണുന്ന ഒരേ സെയിം, നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു ഇമോഷൻ വെച്ചിട്ട് അവസാനം എത്തുന്ന ഇമോഷൻ വേറെയാണ്. നമ്മൾ ചില ഉദ്ദേശങ്ങളോടാണ് സിനിമ കാണാൻ പോകുന്നത്, പക്ഷെ അവസാനം അത് വരുമ്പോൾ അതെല്ലാം അങ്ങനെയല്ല എന്ന് മനസ്സിലാവുന്ന ഒരു കഥയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രീകാന്ത് ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടിയാണല്ലോ അല്ലെ? അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറിയുമായിട്ട് താങ്കളുടെ മുന്നിൽ വരികയാണ്, ഇതാണ് സിനിമ എന്ന് പറയുമ്പോൾ അത് എസ്പെഷ്യലി മലയാളികളെ അല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ മലയാളി ആണെങ്കിലും മലയാളം അറിയില്ല. എനിക്ക് തോന്നുന്നു ഹൃദയത്തിന് മലയാളം സംസാരിക്കാനും അധികം അറിയില്ല, കാരണം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് വേറെ സ്ഥലത്തായിരുന്നു. സോ ഈ സ്റ്റോറി കേട്ടപ്പോൾ ഞാനത് ചെയ്യാം എന്ന് തോന്നാനുള്ള റീസൺ എന്തായിരിക്കും? ശരിക്കും മലയാള സിനിമ കഴിഞ്ഞ ഒരു 2-3 വർഷത്തേക്ക് നോക്കിയാലോ, പോസ്റ്റ് കോവിഡ് എസ്പെഷ്യലി നോക്കിയാലെല്ലാം പലതരത്തിലുള്ള സിനിമകൾ ഓരോ ആഴ്ചയിലും ഓരോ വെള്ളിയാഴ്ചയിലും പുതിയ പുതിയ കൺസെപ്റ്റുകൾ സിനിമയാവുന്നുണ്ട്. അപ്പം ആ ഒരു കൗതുകം ശരിക്കും ഹൃദയൻ്റെ പ്രൊഡക്ഷൻ ഹൗസും ഒക്കെ ആ ഒരു കൗതുകം ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളുടെ അടുത്തേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ട്, ഒരു പുതിയ പരിപാടി. പിന്നെ എന്നെ ഈ സ്റ്റൈലാക്കി ധാരാളം സിനിമകളിൽ നായികയുടെ അച്ഛനാവല് ഒട്ടൊക്കെ എല്ലാവരുടെയും, ഞാൻ ശീതലിന്റെ അച്ഛനായിട്ടില്ല തോന്നുന്നു, ബാക്കി ഏറെക്കുറെ എല്ലാവരുടെയും അച്ഛനാവല് കുറേ സിനിമ, തീർച്ചയായിട്ടും കുറേ സിനിമകളിൽ വക്കീലാവല്, ഡോക്ടറാവല്, അങ്ങനെ നമ്മൾ
നമ്മളെപ്പോൾ എന്നെപ്പോലൊരു ആർട്ടിസ്റ്റിന് ഒരിക്കലും ഇന്ന ക്യാരക്ടർ ചെയ്യുള്ളൂ എന്ന് പറയാനുള്ളൊരു സ്പേസ് ഇല്ല, Okay. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടുള്ള പ്രിവിലേജസ് ഉണ്ട്. നമ്മളെ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ജോലി കഴിഞ്ഞു, ഇന്ന ക്യാരക്ടർ ചെയ്യാൻ ഇന്ന ആളെന്ന് പറയാം. പക്ഷെ അതൊന്നും അല്ലാതെ വേറൊരു രീതിയിൽ വേറൊരു പരിപാടി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഈ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നു. ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നൊരു സാഹചര്യം എനിക്കുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നവരും കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. പിന്നെ ഓരോരുത്തരും സുധി നേരത്തെ തന്നെ ഈ പ്രോജക്റ്റിൽ കമ്മിറ്റഡ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ എന്നോട് സംസാരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടീം ഉണ്ടാവുമല്ലോ, നേരത്തെ പറഞ്ഞ ടീമാണ്, പിന്നെ ഒരു റൈഡാണ്. അപ്പോൾ അത് ശരിക്കും ഈ സിനിമ പോലെ വേറൊന്നുമില്ല. അത് ഈ ഒരു സ്ക്രീൻ പ്ലേ, പിന്നെ ഓഫ് കോഴ്സ് ഇത് കണ്ടിട്ട് കൈയടിക്കുകയാണ് വേണ്ടതൊക്കെ പ്രേക്ഷകരാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുക ആ വ്യത്യാസ്തത തന്നെയാണ്. ആ ഒരു ട്രാവൽ, നേരത്തെ ഹരീഷ് പറഞ്ഞൊരു ഫിസിക്കൽ ട്രാവലിനൊപ്പം തന്നെ ഒരു ഇമോഷണൽ ട്രാവലുണ്ട്. പലയിടങ്ങളിൽ നിന്നും പല പല തരത്തിലുള്ള ആൾക്കാരാണ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സുധിച്ചടാ, ഇപ്പോൾ താങ്കളുടെ മൂവീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഭിനയിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ പേഴ്സണലി താങ്കളുടെ ഒരു ഫാനാണ്, ടു ബി ഓണസ്റ്റ്. നേരത്തെ പറഞ്ഞ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ റിയൽ ലൈഫിൽ അഭിനയിക്കും, പക്ഷെ റീലിൽ അഭിനയിക്കില്ല എന്നൊക്കെ. ഓക്കെ, അപ്പോ ഇപ്പൊ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ സട്ടിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അതിനകത്ത് തന്നെ ഒരു ഷിഫ്റ്റ് ഓഫ് ക്യാരക്ടർ ഉണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും പിന്നെ എൻഡ് ചെയ്യുന്നതൊക്കെ വേറൊരു ഗ്രാഫിലാണ് നിൽക്കുന്നത്. സോ താങ്കൾ എടുക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ എടുക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യാം എന്ന്? എനിക്ക് സത്യത്തില് എനിക്ക് അങ്ങനെ പടങ്ങൾ വരണ പടങ്ങളെ ചെയ്യണേ, അത്രേ ഉള്ളൂ. അതെ. അല്ലാതെ ഞാൻ പോയിട്ട് സെലക്റ്റീവായിട്ട് എനിക്ക് 10 സ്ക്രിപ്റ്റിൽ ഒരു സ്ക്രിപ്റ്റ് ഒന്നുമല്ല വരുന്ന പടങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ റിതേഷ് ഈ സബ്ജക്റ്റ് പറയുന്നത് സത്യത്തില് അതിനു മുമ്പ് ഞാൻ മീശ എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു, എൻ്റെ DOP. അപ്പോൾ അഭിലാഷൻ ആണ് എന്നെ ഈ പടത്തിൽ എങ്ങനെ വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു കെയർ ഓഫിൽ വന്ന ഈ പടം. അപ്പോൾ ഇതിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഞാൻ ചെയ്യും, അല്ല ഇൻട്രസ്റ്റിംഗ് അല്ലെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം റിതേഷിന് മലയാളം അറിയില്ല, എനിക്ക് ആകെ അറിയാവുന്ന മലയാളമാണ്. മനസ്സിലാ? ഇതിന്റെ സ്റ്റോറി അപ്പൊ നിങ്ങൾ എങ്ങനെയാ കേക്ക് പറയുന്നത്, അതാ പറയുന്നത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അഭിലാഷിനെ വിളിച്ചു വരുത്തുകയും, പക്ഷെ അഭിലാഷിന് പണിയില്ലാണ്ടിരിക്കേണ്ടതാണ്. കാര്യം ഞാൻ മൊത്തം റിതേഷ് പറഞ്ഞത് കേട്ടപ്പോൾ ആ സബ്ജക്റ്റിന്റെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ ഒരു 1-2 മണിക്കൂർ കൊണ്ടാണ് പുള്ളി എൻ്റെ മൊത്തം പറഞ്ഞു തന്നെ. ഓക്കെ, അതാ പറഞ്ഞു. അപ്പൊ അത്രയും ഞാൻ ഭയങ്കര രസമായിരുന്നു സബ്ജക്ട്, അതുകൊണ്ടാണ് ഈ പടത്തില് അഭിനയിച്ചത്. ഓക്കെ, ഗോപിക, താങ്കൾ ഇടയ്ക്ക് ഹിന്ദിയിലൊക്കെ ഒന്ന് പോയി മുഖം കാണിച്ചു, ബോളിവുഡിൽ അല്ലേ? ഇവിടെയാണ് ഞാൻ ആദ്യം മുഖം കാണിച്ചത്, പിന്നെ അവിടെ ആദ്യമേ ഇറങ്ങിയെന്നുള്ളൂ. ഓക്കെ ഫൈൻ. സോ വാട്ട് ഈസ് യുവർ ക്യാരക്ടർ ഇൻ ദിസ് മൂവി? എന്താ പറയാൻ പറ്റുക? ക്യാരക്ടറിന്റെ പേര് ജെസ്സി എന്നാണ്. ഈ സ്ക്രിപ്റ്റ് കഥ പറയുമ്പോഴേക്കും അതിലുള്ള ഒരു പോർഷൻ ഓഡിഷൻ ചെയ്തിരുന്നു. ഇപ്പൊ ഇതിൽ 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം എന്നൊക്കെ ആയിരുന്നു ഇനിഷ്യലി പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ്, എന്തോ ഒരു കണക്ഷൻ പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ എന്തായിരുന്നു ഇതൊരു ബന്ധം? ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിയാ. നോണ പറയും, വെറുതെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു നോണ പറയല്ലേ. കണ്ട അങ്ങനെയല്ല, എന്ന് വെച്ച് കഴിഞ്ഞാല് പേടി, കഥയൊക്കെ പുറത്തു വരുന്നുള്ള പേടി. അതല്ല, സ്വന്തം ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോണ്ട് ചോദിച്ചാ. അതിലുള്ള ചില ആസ്പെക്ട്സ് എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. ചേട്ടാ പറയാൻ പറ്റില്ല. അത് അപ്പം I was hoping I would get that character. എന്നെ പോലെയാണോ ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are, like I said, certain aspects of it that I can very much relate to. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതിലുള്ള ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഷെയർ ടാക്സി, ഒരു ഡ്രൈവിന് പോവാണ്. സോ അവിടുന്ന് സംതിങ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അവര് സോ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റോറിയാണോ, ഒരു നൈറ്റ് കൊണ്ട് നടക്കുന്ന സ്റ്റോറിയാണോ, എങ്ങനെയാ വരുന്നത്? സിനിമ പോയി കാണുവായി അതല്ലേ
അതെ. അതാണ് കറക്റ്റ് പരിപാടി. ശരിക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ റൈഡ് എല്ലാവരുടെയും റൈഡാണ്. നമുക്കൊക്കെ പലതരത്തിൽ പല സ്പാൻ ഓഫ് ലൈഫിലുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഓഡിയൻ ആവുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ടേക്ക് അവേ പല അഭിപ്രായമുണ്ട്, സിനിമയിൽ നിന്നും ഒന്നും എടുത്തുകൊണ്ട് പോകണ്ടെന്ന്. പക്ഷേ ഈ സിനിമയുടെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ തിരക്കഥ വായിക്കുമ്പോഴും സിനിമയിൽ പണിയെടുക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായത് നമുക്കൊക്കെ ആലോചിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട്. ചില ഡയലോഗ്സ് അതാ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കും. ഓ ഓക്കെ, ആർ വി ദിസ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു റിലേറ്റബിലിറ്റി ഉണ്ടാവും വിത്ത് ലൈഫ്. യെസ്, ദിസ് ഇസ് എ സിനിമ, ബട്ട് ദർ ഇസ് ലൈഫ്, ഒരു റിയലിസം ടു ഇറ്റ്. അതായത് നമ്മുടെ ഒരു മനുഷ്യന്മാരുടെ ഒരു മാനസികാവസ്ഥ, അത് എന്തായാലും ഒരു റിലേറ്റബിൾ ആയിരിക്കും. ഞാനൊരു ഫൺ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, എല്ലാവരും ഇതിനകത്ത് ഉത്തരം പറയണം കേട്ടോ. അതായത് ദി റൈഡ് എന്നാണല്ലോ മൂവിയുടെ പേര്. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി, അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, മലയാള ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഒരാളുമായിട്ട് ഒരു ഫുൾ ഡേ ഒരു റൈഡിന് പോകാൻ ചാൻസ് കിട്ടിയാൽ അത് ആര് ആവണം എന്നാണ് ആഗ്രഹം? എന്തുകൊണ്ട്? ഓരോരുത്തരും പറയും. ഹരീഷ് ഞാൻ റൈഡ് പോകുന്നതായിക്കോട്ടെ, ഡ്രൈവ് പോകുന്നതായിക്കോട്ടെ, ഞാൻ തനിയെ പോകുന്നതാണ് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത്. അല്ല, എന്നാലും ഇന്ന ആളുടെ കൂടെ എനിക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യണം, എനിക്ക് ഇയാളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് അറിയണം എന്ന ആഗ്രഹമുള്ള ഒരാളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഒരാളുടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയണം. ആരായിരിക്കും എന്നാണോ ചോദ്യം? ആരാണ് വരണം എന്നാണ് ആഗ്രഹം? ആരുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നില്ല, ആരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഒരു അവസരം കിട്ടിയാൽ ആരുടെ കൂടെ റൈഡ് ഓക്കെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. പക്ഷെ എനിക്ക് സുധീന്റെ അടുത്ത് ഓൾറെഡി മനസ്സിലുണ്ടോ? എനിക്ക് അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടന്റെ മമ്മൂക്കയുടെ കൂടെ ഒരു യാത്ര പോകണം എന്ന് ഞാൻ പറയും. അതുപോലെ ഞാൻ ചോദിക്കുക, എനിക്ക് ആന്റെ കൂടെ പോണ ഇഷ്ടം. എന്താ മിണ്ടാതിരിക്കും, ചേവി അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോളൂ. അപ്പൊ ശല്യമൊന്നുമില്ല. സെറ്റിൽ അങ്ങനെയാണോ? അങ്ങ് ആനോടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ സെറ്റായി? ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കണം, അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇറക്കി വീട്ടിൽ കൊണ്ട് ആക്കുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് സുജിയാണ് സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാ സെലക്ട് ചെയ്തത് സുജി? അല്ല, ചേട്ടൻ പറഞ്ഞല്ലോ ഞാൻ മിണ്ടൂല്ല, എനിക്ക് മിണ്ടാൻ ആവശ്യമില്ലല്ലോ, അപ്പൊ മതി. കൊണ്ട് പോയി നോക്കാം, നമ്മളെ മിണ്ടും. ധാരാളം ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ, ധാരാളം അല്ല ഇൻസ്റ്റാ ഹാൻഡിൽസ് ഒക്കെ അറിയാം. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സൺ. ഞാൻ എന്നോട് ചോദിച്ചാൽ ജനുവൻലി ഞാൻ എന്റെ ഫാമിലി, വൈഫും മോനുമായിട്ടുള്ള യാത്രയാണ് എനിക്ക്. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ എന്നെ സഹിക്കുന്ന ഒരാളാവണം എന്റെ കൂടെ. ശരി, കൊറേ ആൾക്കാരുടെ കൂടെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. തൽക്കാലം നമുക്ക് ഒരാളെ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് വന്നത് ആസിഫ് അലിക്കാണ്. എന്താ റീസൺ? ആസിഫ് അലിയുടെ ഫാനാണ്. ഹ്യൂജ് ഫാൻ. ബിക്കോസ് എന്ന് പുള്ളിയുടെ ആക്ടിങ്ങിന് ഒരു ട്രാൻസിഷൻ വന്നതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഐ വാണ്ട് ടു നോ ഹൗ ദാറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് മേഡ് ഹിം. ഐ മീൻ, ഹീസ് ബീൻ എ ഗുഡ് ആക്ടർ ഫ്രം എ വെരി ലോങ് ടൈം. പക്ഷെ എന്തോ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന് മാറി ക്യാരക്ടർ സംതിങ് ഇൻ ഹിസ് ഐസ്. അത് ഹൗ ലൈക്ക് അത് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് വെച്ചപ്പോഴേക്കും പുള്ളി എടുത്ത് ചോദിക്കണം. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കേ, സൂപ്പർ. ഹരീഷേട്ടാ? ചിന്നുവിന്റെ കൂടെ ആയിരിക്കും. ചിന്നു ഈസ് മൈ പാർട്ട്ണർ. ഓക്കേ, ബിക്കോസ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളത് കൊണ്ട് നമുക്ക് സമയം നമുക്ക് ഭയങ്കര കിട്ടുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു അതും in the past few months, since March, I ഭയങ്കരമായിട്ട് ട്രാവൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു I would want to spend the time with her. And first with Chino. പിന്നെ രണ്ടാമത് ഞാൻ സുധീയുടെ കൂടെ എന്ന് പറയും. സുധീരെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ സിനിമയിൽ ഞാൻ ആദ്യത്തെ ദിവസം കണ്ടപ്പോ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ സുധീയുടെ ഭയങ്കര ഫാനാണ്. ഓക്കെ, സുധീയുടെ സിനിമകൾ, സുധിയുടെ ക്യാരക്ടേഴ്സ് എല്ലാം വേറൊരാള് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റൂല. സീരിയസ്ലി കറക്റ്റ്, എപ്പോഴും പറ്റൂല. അതായത് ഈ സിനിമയിലായിക്കോട്ടെ, ഈ ക്യാരക്ടർ, അതായത് വാട്ട് ഹി ഹാസ് ഓഫേർഡ്, അത് ആക്ച്വലി ഇപ്പം ഞാൻ ആ സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ വാട്ട് ഹി ഓഫേഴ്സ്, ആ brings on the table, it is very exciting. Okay. എനിക്ക് ഈ സിനിമയിൽ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ഉണ്ട്. ഞാൻ അത് തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ കാണാൻ വേണ്ടി കാത്തിരിക്കുക.
ഓ ഐ എം എ ബിഗ് ഫാൻ. അതാ റെസ്പോണ്ട് ആൻഡ് പുള്ളിക്കാരന്റെ കൂടെ ഇരുന്നാ നമ്മൾ ഒന്നും സംസാരിക്കണ്ട, ഇങ്ങനെ കേട്ടിരുന്നാ മതി. പക്ഷേ യു വിൽ നോട്ട് ഗെറ്റ് ബോട്ട്. ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, അതാ ലോട്ട് ഓഫ് ഫ്ലഡിങ് ആണ്. റെസ്പോണ്ട് എന്താണ് ഇതൊക്കെ, എന്താ പുള്ളി പറയുന്നത്? ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം ഇവര് നിസ്സാരമായിട്ട് തമാശയായിട്ട് എടുക്കുവാ. കോമഡി ആക്കിയാലും എന്താണ് അതാണ് എനിക്ക് കോമഡി. ഓക്കെ 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 അത് നമ്മളെ ഈ ഇപ്പൊ നമ്മള് അങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നൊക്കെ നല്ലത് നമ്മൾ ആ സദസ് അങ്ങനെ ആക്കിയെടുക്കാന്നാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം. ഇപ്പൊ ഈ എല്ലായിടത്തും നമുക്കിപ്പോ ഇവരൊക്കെ നമുക്കിപ്പോ ഫസ്റ്റ് ഞാൻ ഹരീഷിനെ ഈ പടത്തിൽ ആദ്യമായിട്ട്, ഹരീഷിനെ കണ്ട് പടങ്ങളുണ്ട്, ആനുമായിട്ട് പരിചയമുണ്ട്. ഇതെന്റെ അച്ഛന്റെ ഫ്രണ്ടാ ശരിക്കും പറഞ്ഞ. അല്ല അതെ പ്രായമില്ല, അല്ലല്ല ഞാൻ പറയുവാണ്. എന്റെ ഫാദറിനെ ആദ്യമായിട്ട് അഭിനയിച്ചത് സുധീർ അച്ഛനും ഒരുമിച്ചാണ്. 37 വർഷം ഒരുമിച്ച് പിന്നെ എന്റെ ഫാദർ ആദ്യമായിട്ട് ശ്രീകാന്തന്റെ ടെലിഫിലിമിൽ അച്ഛനെ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ അച്ഛനായിരുന്നു പ്രധാന ക്യാരക്ടർ. ഓക്കെ. അപ്പൊ സിനിമയെ പറ്റിയിട്ടും എന്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും സ്റ്റോറിയെ പറ്റിയിട്ടും നിങ്ങൾ എന്തായാലും കൂടുതലൊന്നും റിവീൽ ചെയ്തതല്ല, എനിക്ക് മനസ്സിലായി. ലൊക്കേഷൻ വിശേഷങ്ങൾ പറയും, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? അതിന്റെ കാര്യം പറയുന്നത് ഇവരൊക്കെ, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടാൽ പോലും നേരത്തെ ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മൾ, പക്ഷെ നമുക്കങ്ങനെ ഒരു ഭയങ്കര അപരിചിതത്വമൊന്നുമില്ല, മനസ്സിലായോ? അല്ലാതെ നമ്മൾ എല്ലായിടത്തും പോയിട്ട് നമ്മളിങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇവരെ കളിയാക്കാം, അവർക്ക് എന്നെ തിരിച്ചും പറയാം. ഈ കൂടെ ചേരേണ്ട 2 പേരുണ്ട്, മാല പവതി ആൻഡ് പ്രശാന്ത് മുരളി. ഇവിടെ വന്നാലാണ് ഈ കോറം വന്ന് അല്ല അപ്പൊ ആ സമയം നമ്മളെല്ലാ സെറ്റിലും പറയുന്ന ആ ഇൻട്രസ്റ്റിംഗ് ആൾക്കാർ വരുമ്പോ നമുക്കിപ്പോ ഇവരൊക്കെ ഭയങ്കര, ഇപ്പൊ ഹരീഷ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോ വന്ന് 2 ദിവസം കഴിയുമ്പോ എനിക്ക് വേറെ ആളുകൾ വേറെ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഞാനും കുറെ നാള് വിചാരിച്ചിരുന്നത്, ഞാനങ്ങനെ വിചാരിച്ചു നമ്മള് തമിഴിലും തെലുങ്കിലും ഒക്കെ കുറെ അതെ കാണുന്നത്. അതെ അതാണ്. പക്ഷെ ഒന്ന് പരിചയപ്പെട്ടപ്പോ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി എനിക്ക് അങ്ങനെ. ഓക്കെ. പേഴ്സണലി അല്ല നമ്മൾ ദിവസം വിളിക്കുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഇവരോടൊക്കെ അങ്ങനെ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് വേറെ വന്ന് അഭിനയിക്കാൻ അങ്ങനൊന്നുമില്ല. നമ്മുടെ വർഷങ്ങളായിട്ട് കൂടെ ഉള്ള ആൾക്കാരെ പോലെ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തമാശയൊക്കെ പറയുന്നത്. അല്ല ഭയങ്കര നമുക്ക് സീരിയസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പിടിക്കാം. അടുത്ത ഇന്റർവ്യൂ കാണിച്ചു തരാം ഞാൻ. സൂപ്പർ. നമുക്കേ ഈ മൂവിയുടെ ടൈറ്റിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണേ. നിങ്ങളൊരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ, ഈ റൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാർ ഡ്രൈവിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് റൈഡിങ് എന്നുള്ളൊരു കാര്യം മാത്രമല്ല, റൈഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് റൈഡ് എന്ന് കാണാം. അപ്പോൾ അങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈഡ് എങ്ങനെയായിരിക്കും? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ ആയിരിക്കും, അതോ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, ആ ഒരു പരിപാടി ആയിരിക്കും? എല്ലാവർക്കും ആൻസർ പറയാം കേട്ടോ. റേസ് വേണ്ട, യുനോ ഐ തിങ്ക് ഡ്രൈവ് ആൻഡ് റൈഡ് ഇതെല്ലാം നമ്മൾ, ഞാൻ മോർ ദാൻ ദ ഡെസ്റ്റിനേഷൻ, പോകുന്ന വഴിക്കുള്ള സാധനങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ ഫാസ്റ്റ് വൺ. ഓക്കെ. കുറച്ചും കൂടി എനിക്ക് ഒരു പേസ്റ്റ് പോകുന്നത് ഇഷ്ടമല്ല. എനിക്ക് നമ്മള് കുറച്ച് ഗിയർ കയറ്റും, ഇടയ്ക്ക് താഴ്ത്തും, വേണമെങ്കിൽ നിക്കാം, കാഴ്ചകളെ കണ്ടു നിക്കാം. ഓക്കെ. എല്ലാം കൂടെ ഉള്ളതാണ് എനിക്ക് താല്പര്യം. ഓക്കെ, സൂപ്പർ. ശരിയാണെങ്കിലോ? ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്, നമ്മൾ ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് ആയിരിക്കില്ല നമ്മളുടെ യാത്രകൾ പലതും. അപ്പോൾ നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ ആ യാത്ര എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഡെസ്റ്റിനേഷൻ ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മളെ കൊണ്ടുപോകുന്നവർ. അപ്പോൾ അവർ തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലിരിക്കുക, അത് വെച്ചിട്ടൊന്ന് ഫാന്റസൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല വേഗതയായിരിക്കും. പല വേഗത വെച്ചാൽ ചിലപ്പോൾ പക്ഷേ ബസ്സിൽ പോയിട്ടുണ്ട് ധാരാളം യാത്രകൾ, പിന്നെ ഓഫ്കോഴ്സ് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ യാത്ര, ഇതിൻ്റെയൊക്കെ വേഗത വ്യത്യാസപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ അതിനെ ആസ്വദിക്കുക, ആ വേഗതയൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഹരീഷ് പറഞ്ഞ പോലെ എത്തിപ്പെട്ടാൽ പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ആ യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതും ലൈഫായാലും അങ്ങനെയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ സെയിം. ഞാൻ ആക്ച്വലി പണ്ട് ഒത്തിരി റെസ്റ്റ്ലെസ് ആയിരുന്നു, ഒരു നല്ലൊരു ഫാസ്റ്റ് ആയിട്ട് പോകണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഐ എൻജോയ് ബീങ് വെരി സ്ലോ, കാമായിട്ട് പോയാൽ മതി. എങ്ങനെ വരുന്നത്, ഏത് വേഗതയിലാണ് ലൈഫ് വരുന്നത്, അത് എൻജോയ് ചെയ്ത് അതിന്റെ ഫ്ലോയിലേക്ക് പോവാ, അത്രേ ഉള്ളൂ. ഞാനത് ഒരു 70-80 നല്ല എനിക്ക് മൈലേജ് കിട്ടുള്ളൂ. മൈലേജ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ കുറെ നാൾ ഓടണം അല്ലേ? കുറെ നാൾ എനിക്ക് അതാണ്. അല്ലാതെ സ്പീഡിൽ പോയിട്ട് വെയിറ്റിംഗ് ഭയങ്കര പോറാ. സ്പീഡിൽ പോയിട്ട് ഇവിടെ നിന്ന് വെയിറ്റ് നിൽക്കണ്ടേ, അത് നല്ല ഞാൻ ഒരു നല്ല മൈലേജിൽ അങ്ങനെ പോയി. ഓക്കെ, സൂപ്പർ. ഇപ്പോ യാത്ര ചെയ്യാൻ തോന്നുമ്പോ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഒരു ലോങ് ജേർണി പോവാണ് മലയാളത്തിൽ, ഈ പാട്ട് കേട്ടാൽ ഞാൻ സെറ്റാ, എത്ര നാള് ഞാൻ ഡ്രൈവ് ചെയ്താലും ഓക്കെയാ. അങ്ങനെ ഒരു പാട്ട് എന്ന് പറയാൻ പറ്റൂല. ഇതിപ്പം ഞാൻ ഫാസ്റ്റ് ആയിരിക്കും, മിക്കവാറും ഫാസ്റ്റ് സോങ്സ് ആയിരിക്കും അല്ലേ? പക്ഷെ മോസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതും
ഈ മഴ ഡ്രിസിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇളയരാജ സർ പാട്ടുകളാണ് ഞാൻ അധികം കേൾക്കുന്നത്. സൂപ്പർ. നമ്മൾ ആക്ച്വലി സിമിലറാ, എല്ലാരും സിമിലർ ആണ് ടേസ്റ്റ്. പക്ഷെ അതെ ഞങ്ങൾ ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അതെ ഒരു പാട്ടായിരിക്കും മിക്കവാറും. നിങ്ങൾ ഒരു വണ്ടിയിലാണല്ലോ യാത്ര ചെയ്യുന്നത് ഈ സിനിമയിലും. അപ്പൊ എല്ലാരും ഈ വണ്ടിയിലുണ്ടോന്ന് എനിക്കറിയില്ല, ആരൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. സോ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കുറെ ആൾക്കാരാണ്. അപ്പം ക്ലോസ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സെഷൻസ് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അങ്ങനെ എന്തെങ്കിലും? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്തത്? എങ്ങനെ ഈ പടത്തിന് വേണ്ടിയാ? ആ പടത്തിന് വേണ്ടി ഫസ്റ്റ് ഇത് അതിന്റെ ഏറ്റവും വലിയ സംഭവം സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു. ഓക്കെ. എല്ലാവരും ആദ്യം നിങ്ങൾ ഒരുമിച്ചായിരുന്നോ? എല്ലാവരും ഒരുമിച്ച് ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഗുണം ചെയ്ത പടത്തിന്. ഓക്കെ. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്, മെന്റലി അടുപ്പിച്ചത് അതുകൊണ്ടായിരിക്കാം. ഓക്കെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ സെറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഡയറക്ടറിന്റെ? ഡയറക്ടർ ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര മുൻകോപിയായിരുന്നു പുള്ളി. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ ആ രീതിയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. സീരിയസ്ലി? അതെ, ഇൻസിഡൻസ് പറയാൻ തോന്നുന്നുണ്ടോ ലൊക്കേഷനില്? പുള്ളി എന്തെങ്കിലും പറഞ്ഞപ്പോ പാക്കപ്പ് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോയിക്കളെ. Jokes apart, റിതേഷ് ആക്ച്വലി ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ഓക്കെ. പുള്ളിക്കാരൻ ബോംബെയിൽ വർക്ക് ചെയ്തു ആൻഡ് മലയാളിയാണ്. സോ പുള്ളിക്കാരന് മലയാളത്തിനോട് എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു. സോ അങ്ങനെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ആൻഡ് ഈ ടീമിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിപ്പം സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന ബാബ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആക്ച്വലി ഫ്രം കാശ്മീർ. ആൻഡ് പുള്ളിക്കാരൻ്റെ ടീമും പുള്ളിക്കാരൻ വർക്ക് ചെയ്ത രീതിയും നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം. അത് വിഷ്വൽ ഔട്ട് എന്ന് പറയുന്നത് വേറെ, ആ ടെക്നിക്കൽ ആസ്പെക്ട്സ് വേറെ. പക്ഷെ എല്ലാവരും ഒരു ടീമിലായിരുന്നു, ഒരു ടീമായിരുന്നു. വേറെ ഒരു തരത്തിലും ഒരു ഡിഫറൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ്, ഇപ്പം റിതേഷ് ആൻഡ് ഹിസ് ടീം, ആ ഒരു റൈറ്റർ സുഹാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അവരെല്ലാവരും ബോംബെയിലായിരുന്നു. പക്ഷെ അവർക്ക് മലയാളത്തിൽ വന്ന സിനിമ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു തോട്ട് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിപ്പം റിതേഷിന് മലയാളം തീരെ മനസ്സിലാവില്ല എന്ന് പറയുന്നതല്ല, പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ട് സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നു ഇനി റിലീസ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പം മലയാളത്തിൽ സംസാരിക്കുമായിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ നല്ലോണം മനസ്സിലാവും. ഡയലോഗ്സ് ഒക്കെ പുള്ളിക്കാരൻ തന്നെ പറയും. ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. അത് ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് ടു ബി അപ്രീഷിയേറ്റഡ്. സോ റിതേഷ് വർക്ക് എക്സ്പീരിയൻസ്, ഇപ്പം സുധി പറഞ്ഞതുപോലെ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ശരിക്കും വിഷമമായിട്ടുണ്ടായിരുന്നു? അല്ല, റിതേഷ് ആയാലും എന്റെ പ്രൊഡക്ഷൻ, ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, റിതേഷ് ഇരിങ്ങാലക്കുടക്കാരനാണെങ്കിലും ഇപ്പോഴും ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ ഞാൻ പറയാൻ പറ്റിയിട്ടില്ല. പറയാൻ പോലെ മലയാളം അറിയാലോ. അപ്പൊ റിതേഷ് ബോംബെയിൽ ജനിച്ചു വളർന്നപ്പോ ഹരീഷ് ചെന്നൈയിലല്ലേ ശരിക്കും, ബേസിക്കലി കോയമ്പത്തൂർ. പക്ഷെ റിതേഷിന് ഒട്ടും അറിയില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും മലയാളമൊക്കെ, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മലയാളം പഠിച്ചത്. അല്ല ഒരിക്കലും പഠിക്കാൻ പോണില്ല. ഇപ്പൊ ഹരീഷും ശ്രീകാന്തനാണ് ഒരിക്കലും റിതേഷ് മലയാളം പഠിക്കാൻ പോണില്ല. എന്നെ പോലെ ആൾക്കാരുണ്ട് റിതേഷ് മലയാളം പഠിച്ചപ്പോ റിതേഷിന്റെ കവിത വരുന്നുണ്ട് മലയാള ആഴ്ചപ്പതിപ്പില്. റിതേഷ് അത് അത്രയും മലയാളം പഠിച്ചു. പുള്ളിയുടെ കലാകൗമുദിലൊക്കെ ആഴ്ചപ്പതിപ്പില് പുള്ളിയുടെ കവിത. അതുപോലെ നമ്മുടെ ക്യാമറമാന്റെ ചെറുകഥയും പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഈ സെറ്റിൽ ഈ പരിപാടി തന്നെയാണോ? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഒരു റൈഡോ ഡ്രൈവോ പോകണമെങ്കിൽ എനിക്ക് സുധിയുടെ കൂടെയും പോണം എന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതാ, പുള്ളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. പ്രൊഡ്യൂസർ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സൈഡ് അങ്ങനെ. അല്ല ഞാൻ പറയാം, നമുക്ക് ചിലപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോട് പറയാൻ വേണ്ടത്, ചിലപ്പോൾ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം വേറൊരു ലാംഗ്വേജ് പോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതാണ് അവരുടെ, ഞാൻ കേട്ടത് മലയാളം സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്ന, മലയാള സിനിമ മാത്രമല്ല നമ്മുടെ ആൾക്കാരെയും അത്രയും അവര് ചെയ്തുകൊണ്ടാണ് ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് അതിനകത്ത്. ഒരു പേഷ്യൻസ് വേണമല്ലോ തീർച്ചയായിട്ടും, ഡയറക്ടർക്ക് വേണം. തന്നെയല്ല ഇത്രയും പേരെ ഒരുമിച്ചൊക്കെ ഫ്രെയിമിൽ കിട്ടേണ്ട സാഹചര്യമുണ്ട്. അപ്പം സിനിമ
കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടത് പേഷ്യൻസ് ആണ്. ഒരാൾ ശരിയാവുമ്പോൾ ചിലപ്പോൾ മറ്റേ മീറ്റിൽ ശരിയായിരിക്കില്ല. ഇതിന് വേണ്ടത് പേഷ്യൻസ് ആണ്. അപ്പോൾ 6, 7, 10, 12 ടേക്കുകൾ പോകുമ്പോഴും ഇദ്ദേഹത്തിന്റെ മീറ്റ്സ് ഒരുപോലെയാണ്. ടേക്ക് വിൽ ഗോ ഫോർ വൺ മോർ. അതല്ലാതെ ഒരിക്കലും സുധീത് തമാശയായിട്ട് പറഞ്ഞാണ് ആ പേഷ്യൻസിന് ഇപ്പോൾ ഈ ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫിലിമിൽ ആക്ടേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ക്ഷമ വലിയൊരു ഫാക്ടറാണ്. അത് ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ, ബാക്കി ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, വളരെ ക്ഷമയോടെ. പിന്നെ സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പം അത് വലിയ ചലഞ്ചാണ്. സിംഗ് സൗണ്ട് ആയിരുന്നു, അത് വലിയ ചലഞ്ച്. അപ്പോൾ അതിനുള്ള അതാ ഞാൻ പറഞ്ഞത്, അത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടാണ് ഒരു ഗ്രൂപ്പ്, ഒരു ടീം നമ്മളുടെ മുമ്പിലേക്ക് വന്നത് മലയാളത്തിൽ സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഗൗരവമായി തന്നെ അവർ കാണുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണല്ലോ നമ്മൾ. അപ്പോൾ അത് നല്ലപോലെ വർക്കായി. പലപ്പോഴും നമ്മൾ പണിയെടുക്കും, പക്ഷെ അത് എത്രമാത്രം ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് ആ ഒരു ടീം വർക്ക് ഇതിൽ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് എല്ലാ സ്ഥലത്തും അത് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ, റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്സ് എടുക്കാനും ആ ഒരു കൊളാബറേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല. അതും എസ്പെഷ്യലി ആക്ടേഴ്സിന്റെ ഒരു ഇൻപുട്ട് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ഇൻപുട്ട് ഇട്ടിട്ടുണ്ട്. അത് നോട്ട് ഓൺലി നമ്മുടെ സീൻ മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ ഗോപിക ചെയ്യുന്ന ഒരു സീനിൽ മാല ചേച്ചി എന്തെങ്കിലും സജഷൻസ് തരുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഷോട്ടിൽ എൻ്റെ ക്യാരക്ടറിനെ എങ്ങനെയായിരിക്കും ബെറ്റർ ആക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വി വർ ഓൾസോ ലൈക്ക് ഒരു എഡീസ് പോലെ നമുക്കൊന്ന് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് നമുക്കുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആ ഒരു കൊളാബറേറ്റർ. സത്യം പറഞ്ഞാൽ ആക്ടിങ് ഒരു സിനിമ സെറ്റ് പോലെയല്ല, തിയേറ്റർ ആക്ടിങ് പോലെയായിരുന്നു നമ്മൾ ആ ഒരു പ്രോസസ്സിനടുത്ത്. ആ ഒരു സ്പേസ് കിട്ടുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എല്ലായിടത്തും നമുക്ക് കിട്ടത്തില്ല. അതെ അതെ. യു ഗെറ്റ് ഇറ്റ്. എനിക്ക് തോന്നുന്നു മലയാളം സിനിമയിൽ പിന്നെയും നമുക്ക് കിട്ടാറുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതർവൈസ് അതായത് കുറച്ചും കൂടി ലോങ് വെരി എക്സ്പാൻഡഡ് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു ദ പേപ്പേഴ്സ്. എല്ലാം ഓക്കെ, ഇറ്റ് വിൽ ബി ഇതാണ് ലൈൻസ്, ഓക്കെ ഈ വാക്ക് മാറാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ അതിൽ ഓക്കെ അവിടെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ റിതേഷ് വർക്ക് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ഹിം. സോ ഓക്കെ, അപ്പോൾ എന്തായാലും ഫൈനലി നമുക്ക് December 5th മൂവി റിലീസ് ആവുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റൈഡാണ് അല്ലേ? അപ്പോൾ പ്രേക്ഷകർക്കും നിങ്ങളുടെ കൂടെ ആ ഒരു റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണുക. ആൻഡ് എന്തായാലും നിങ്ങൾ ക്യാരക്ടേഴ്സിനെ പറ്റിയും സ്റ്റോറിയെ പറ്റിയും ഒന്നും പറയത്തില്ല. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വൈ ഡു ദേ ഹാവ് ടു കം ആൻഡ് വാച്ച് ദ മൂവി? എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ നേട്ടണോ? ലോക സിനിമയിൽ മലയാള സിനിമ വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു സിനിമ മലയാളത്തിൽ ചെയ്താൽ മിനിമം ഒരു 200ഓളം ഭാഷകളിലേക്ക് ഇത് ഡബ്ഡ് വേർഷൻസ് കാണുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ വലുതാവുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പല ഇടങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ ധാരാളം പ്രൊഡക്ഷൻസ് മലയാളത്തിൽ സിനിമകൾ ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു പ്രൊഡക്ഷൻ്റെ കൂടിയാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആ പരീക്ഷണ സ്വഭാവമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യതകൾ. കൊമേഴ്ഷ്യൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളാണല്ലോ, അപ്പോഴാണ് കൂടുതൽ ഓഡിയൻസിനെ കിട്ടുക. അപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള ശ്രമവും അതാണ്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന, നമ്മളെ തന്നെ തിരുത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം. തീർച്ചയായിട്ടും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, പൂച്ചേനെ കാണുമ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം, കെയ്തി ലൈക്ക് എവിടെ എത്തി നിൽക്കുന്നു? ആ സിനിമയെ പറ്റി ഒന്ന് സംസാരിക്കാമോ? എത്തിയിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ല. എനിക്ക് നെക്സ്റ്റ് ഇയർ അത് തുടങ്ങും പറഞ്ഞിരിക്കുന്നത്. ഫൈൻ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നെക്സ്റ്റ് ഇയർ തുടങ്ങാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഇത് റൈഡിനെ പറ്റി പറയണ്ടെങ്കിൽ നമുക്ക് പുതിയ കഥകൾ ഉണ്ടോ, അല്ലെങ്കിൽ വരുന്ന സിനിമകളെല്ലാം പുതിയ കഥകളാണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി പറഞ്ഞാൽ ഇല്ല. എല്ലാ കഥകളിലും കുറച്ചാണ്. പക്ഷേ ഐ തിങ്ക് ആ കഥേനെ, ആ എടുത്തിരിക്കുന്ന കഥേനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, ആ സ്ക്രീൻ പ്ലേ എങ്ങനെയാണെന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ എന്താ പറയുക, ദാറ്റ്സ് വാട്ട് ഓഡിയൻസ് ലൈക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആസ് എൻ ഓഡിയൻസ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പ്രസന്റേഷൻ ഇസ് സംതിങ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഓഡിയൻസിന് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഗ്രേറ്റ്. ആട് 3 അതിനെപ്പറ്റി എന്താ നമുക്ക് സംസാരിക്കാൻ പറ്റുക? ആട് 3 ഷൂട്ടിംഗ് നടക്കണു. March 19 റിലീസാണ് നിലവിൽ, അങ്ങനെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. നമ്മളൊക്കെ പക്ക വെയിറ്റിംഗ് ആണ്. കാരണം 5th എന്തായാലും സിനിമ വൻ വിജയമാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെ ആവട്ടെ സിനിമയിലേക്ക്. എല്ലാവരും
മൂവി തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് വിജയിപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് താങ്ക് യു യു സോ മച്ച്.